അപ്പോൾ ഒരുപാട് ദിവസമായില്ല എൻ്റെ ഈ സ്വീറ്റ് വോയിസ് നിങ്ങൾ കേട്ടിട്ട്. എല്ലാവരും എൻ്റെ ക്യൂട്ട് വോയിസ് കേൾക്കാണ്ട് വിഷമിച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും വിഷമം മാറ്റുക. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈച്ചൂസ് ഡേ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കോഴ്സ് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ എനിക്ക് പഠിത്തകാര്യമായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഇനി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് മുൻപ് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോൾ വൈകിട്ട് 5 മണി വരെ ക്ലാസ് ആക്കി. പിന്നെ ഞാൻ തിരിച്ച് ബസ് പിടിച്ച് വീട്ടിലെത്തുമ്പോൾ 6 മണിയാവും. അത് കഴിഞ്ഞ് എനിക്ക് നമ്മുടെ സ്വന്തം ലേൺ വിഷൻ ഹബിൽ ട്യൂഷൻ എടുക്കണം. അത് 6 മണി തൊട്ട് ഒരു 8, 8:30, 9 മണി വരെ ട്യൂഷനുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ഹോം വർക്ക്സ് എഴുതണം. അതിനുശേഷം എനിക്ക് പഠിക്കാനിരിക്കണം. അതിനുശേഷം ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, രാവിലെ എണീക്കണം, റിപ്പീറ്റ്. അത് മാത്രമല്ല കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രോബ്ലംസ് അങ്ങനെ ഒരു വഴിക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വിചാരിച്ച് ഷോ അടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും യൂട്യൂബ് ഫാമിലിയിലോട്ട് വന്നിരിക്കുകയാണ്. സ്വന്തം ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിലും യൂട്യൂബ് ഫാമിലിയിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടല്ലേ പറ്റും. എനിവേ അതെല്ലാം മാറ്റി കളഞ്ഞോളൂ. എനിവേ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ മാസമാണ് ആക്ച്വലി മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. മ്യൂസിയത്തിൽ പോയി കുരങ്ങനെയും കടുവയെയും പുലിയെയും സിംഹത്തിനെയും മയിലിനെയും എല്ലാവരെയും കണ്ടു. ഹൈ ഫൈ പറഞ്ഞിട്ട് വന്നു. ഞാനും ലച്ചൂട്ടിയും നമ്മുടെ MS ടോക്സിലെ മർച്ചിച്ചും കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. MS ടോക്സിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പോയി കാണാത്തവർ കാണുക. എൻ്റെ ചാനലിൽ അത് ഷോർട്സ് ആയിട്ടും ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും കാണുക. വളരെ നല്ലൊരു ജേണി ആയിരുന്നു. ബസ്സിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് ഓട്ടോയിൽ പോയി തിരിച്ച് ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കിളി പാറിയിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മൈൻഡൊന്നും ഓക്കെ അല്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ 8 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 8 മിനിറ്റുള്ള വീഡിയോയ്ക്ക് 2 മിനിറ്റും 16 സെക്കൻഡും മാത്രമേ വോയിസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ബാലൻസ് മിനിറ്റുകളിൽ ഞാൻ എന്ത് പറയും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂസിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രിവാൻഡ്രത്ത് നമുക്ക് പ്ലേസസ് ടു വിസിറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് മ്യൂസിയം, നാപ്പിയർ മ്യൂസിയം. അപ്പോൾ ഞാൻ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ച് സ്പെഷ്യലായിരുന്നു. കാരണം കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ലച്ചൂട്ടിയും കൊണ്ടുപോയി. കുഞ്ഞിലേക്ക് ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്കൂൾ ടൂറ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴൊന്നും ഒരു റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. നമുക്ക് ഹായ് കുരങ്ങൻ, ഹായ് ആന, ഹായ് മാൻ എന്നൊക്കെ പറഞ്ഞ് ഹായ് കാണിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് വെച്ച് പോയപ്പോഴത്തേക്കാണ് നമ്മളേക്ക് കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. പിന്നെ മ്യൂസിയം പണ്ടത്തെ പോലെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പണ്ടത്തെ പോലെ പുലിയും കടുവയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പണ്ട് ഒരു ആഫ്രിക്കൻ ആനയൊക്കെ ഉണ്ടായിരുന്നു, ജിറാഫ് ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ അതൊന്നും കാണാനുള്ള ഭാഗ്യമില്ല. മൈസൂർ നാഷണൽ പാർക്കിൽ ഞാൻ പോയപ്പോൾ അവിടെ ജിറാഫ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ഞാനത് +2 പോയതാണ്. അതിൻ്റെ മെമ്മറീസായിട്ട് വീഡിയോസൊന്നും ഇല്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ അവിടെ ഇവിടുത്തെ മ്യൂസിയത്തിനെ കാട്ടി മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് ലോങ് ആയിട്ട് അവിടെ വാക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഈ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ട്രാവലിംഗ് ആയിരുന്നു ഇത്. വൺ ഓഫ് ദ ഫേവറേറ്റ് ട്രാവലിംഗ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത, ലോങ് വീഡിയോ ഇടാത്ത, എന്താ സ്വന്തം വോയിസ് കൊടുക്കാത്ത എന്താ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആക്ച്വലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അത്ര ഓക്കെ അല്ലാണ്ട് ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ എത്രത്തോളം ഹൈപ്പ് എത്തുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫ്ലോപ്പാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഉറക്കം തൂങ്ങുന്ന പോലെയാണ് ഞാൻ വീഡിയോ കൊടുക്കുന്നത്. ബട്ട് ഞാൻ ഉറക്കം തൂങ്ങി ഇരിക്കുന്നതല്ല. സംതിങ് ഈസ് ഡിസ്റ്റർബിങ് മീ. അതെന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം.
അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ദേ കിടക്കുന്നു മുതല ക്രൊക്കഡൈൽ, അപ്പുറത്ത് കിടക്കുന്നു ആമ ടോർട്ടോയിസ്. അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ, ഒരുപാട് ജീവികൾ, ഒരുപാട് സാധനങ്ങൾ എല്ലാം കണ്ടു നമ്മൾ. ദേ നമ്മൾ ചിത്രശലഭ പാർക്കിലോട്ട് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പാർക്കിലോട്ട് പോകുന്നു. ചേച്ചിക്കുട്ടി ലച്ചുക്കുട്ടിയെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇരിക്കുന്നില്ല, നടക്കുന്നു. ഗൈസ്, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കുറച്ച് ടൈം എടുക്കും. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇനിയുമുണ്ട് 3 മിനിറ്റ്. യൂട്യൂബിൽ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റും, പക്ഷെ വേറെ മ്യൂസിക് ഇടുക, BGM ഇടുക, ഇതൊക്കെ ചെയ്താൽ നമുക്ക് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല. പിന്നെ എനിക്കൊരു ഉപദേശമായിട്ട്, ഈ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഉപദേശം എല്ലാവർക്കും തരാൻ ഉണ്ട്. എന്താ വെച്ചാൽ, ബി സെൽഫ് യുവർ സെൽഫ്. ഞാനെന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളായിട്ട് ജീവിക്കുക, നിങ്ങളുടെ കാര്യം നോക്കുക. നമ്മൾ അറിയാത്ത, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളിലൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താൻ എല്ലാവരും കാണും. ഈവൻ ഇഫ് അവർ ഫാമിലി മെമ്പേഴ്സ്. നമ്മളതൊന്നും കാര്യമാക്കരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി, നമ്മൾ നല്ലതാണെന്ന് നമുക്കറിയാം. വി ആർ നോട്ട് റോങ്, സോ ബി റൈറ്റ് ഓൾവേസ്. നമ്മളെപ്പോഴും റൈറ്റായിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എനിക്ക് പറയാൻ തോന്നി പറഞ്ഞു. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം നോക്കുക, നമ്മളുടെ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കണം, വേണ്ടെന്നല്ല. ബട്ട് നമ്മുടെ കാര്യത്തിന് നമ്മൾ കുറച്ച് ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ സ്വന്തമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഇന്നവർ ഹാപ്പി ആക്കും എന്ന് പറഞ്ഞിരിക്കരുത്. ഇപ്പോൾ നമ്മുടെ പാരൻസ് ആണെങ്കിൽ പോലും ഹാപ്പി ആക്കും എന്ന് പറഞ്ഞിരിക്കരുത്. എപ്പോഴും അവർക്ക് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് പറ്റില്ല. നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് വന്നാലും ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് നടത്തുക. മൂഡ് ഓഫായിട്ട് ആരും ഇരിക്കരുത്. ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഒന്നും പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ലിവ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, ബൈ, ഓക്കെ, സി യു. ഇതായാലും ചൂട്ടിയും ടാറ്റ പറയുന്നു. ഉറക്കം തോന്നി വ്ളോഗ് ഞാനിവിടെ നിർത്തുന്നു. ഇനിയുമുണ്ട് 1 മിനിറ്റ്. എന്താ പറയുക എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശോകം വീഡിയോ ആണെന്ന് എനിക്കറിയാം. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നല്ല ഊർജ്ജമായിട്ട്, നല്ലൊരു എനർജി ബൂസ്റ്റർ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. കുറച്ച് ടൈം എടുക്കും. പിന്നെ ഒരുപാട് പേര് എന്താ പറ്റിയെന്ന് ചോദിച്ചു വരുന്നുണ്ട്. വീഡിയോസ് ഇടാത്തത് ഞാൻ അതിൻ്റെ റീസൺ ആദ്യമേ പറഞ്ഞു. അതിന് എന്താണെന്ന് ചോദിച്ചു എന്നൊക്കെ എനിക്ക് പറയാൻ താല്പര്യമില്ല മീൻസ് ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ്, എനിക്കറിയില്ല. എന്തോ ഒരു സാഡനായിട്ട് അലട്ടുകയാണ്. അതെന്താ സാഡെന്ന് എനിക്കറിയില്ല. എനിവേ, ഓക്കെ, ബൈ, ടാറ്റ. അങ്ങനെ 8 മിനിറ്റ് ആയി ഗൈസ്. വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്നു. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ടാറ്റ, ബൈ, ഓക്കെ, സി യു on next video. I hope you like my video. I hope you love my video. I hope you comment my video. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, സബ്സ്ക്രൈബ്. ടാറ്റ.